അന്ന് പെയ്ത മഴയിൽ ഭാഗം 9. കഥയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. കൂടാതെ കഥ ഇഷ്ടമായാൽ നിങ്ങളുടെ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. പിന്നീട് വർഷയ്ക്ക് ആദിത്യൻ്റെ മുഖത്ത് നോക്കാൻ പ്രയാസമായിരുന്നു. അവനെ കാണുമ്പോഴൊക്കെ വർഷയുടെ മുഖം നാണം കൊണ്ട് ചുവന്ന് തുടുക്കുന്നത് പ്രിയ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വർഷയും മുത്തശ്ശിയും പ്രിയയും സതിയും അടുക്കളയിലായിരുന്ന സമയത്ത് ആദിത്ത് അങ്ങോട്ട് ചെന്നു. വർഷേ, എൻ്റെ മുറിയിലൊരു വേട്ടാവളിയുടെ കൂടുണ്ട്, ഒന്ന് കളഞ്ഞു തരാമോ? ആദിത്ത് അതും പറഞ്ഞു പോയി. അപ്പുവിന് പണ്ടേ പാറ്റ, ചിലന്തി, വേട്ടാവളിയൻ ഈ വക സാധനങ്ങളെയൊക്കെ പേടിയാണ്. അവിടെ അമേരിക്കയിൽ ഇതൊക്കെ ഉണ്ടോ മോളെ? മുത്തശ്ശി പ്രിയയോട് ചോദിച്ചു. ഞങ്ങൾ താമസിക്കുന്നിടത്ത് ഇതൊന്നും ഇല്ല മുത്തശ്ശി, പ്രിയ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മുത്തശ്ശി ഇതുവരെ അമേരിക്കയിൽ പോയിട്ടില്ലേ? വർഷ ചോദിച്ചു. വികാസാറും ശാരദേച്ചിയും എത്ര തവണ പറഞ്ഞതാ ഒരിക്കലെങ്കിലും അങ്ങോട്ടൊന്ന് ചെല്ലാൻ. എവിടെ? അമ്മയ്ക്ക് ഇവിടെയാണ് ഇഷ്ടം, സതി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ മോൻ്റെ അച്ഛൻ ഉറങ്ങുന്ന മണ്ണ. ഈ തറവാട് വിട്ട് എനിക്ക് ഒരു ദിവസം പോലും മാറി നിൽക്കാൻ കഴിയില്ല, മുത്തശ്ശി തീർത്ത് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് വർഷ ഒരു കമ്പും കൊണ്ട് ആദിത്യൻ്റെ മുറിയിലേക്ക് ചെന്നു. ആദിത്യ മുറിയിലില്ലായിരുന്നു. വർഷ മുറിക്കകത്ത് കയറിയതും എവിടെ നിന്നോ ആദിത്യം അങ്ങോട്ട് വന്നു. എവിടെയാ വേട്ടവളിൻ്റെ കൂട്? വർഷ ആദിത്യൻ്റെ മുഖത്ത് നോക്കാതെ ചോദിച്ചു. ആദിത്യ അവളെ തന്നെ നോക്കി മുറിയുടെ വാതിലടച്ച് കുറ്റിയിട്ടു. എന്തിനാ കുറ്റിയിടുന്നേ? വർഷ ചോദിച്ചു. ആദിത്യ ഒന്നും മിണ്ടാതെ അവളുടെ നേർക്ക് ചെന്നു. വർഷ പെട്ടെന്ന് വാതിലിന് നേരെ നടക്കാൻ തുടങ്ങിയതും അവൻ അവളുടെ കൈ പിടിച്ച് അവളെ അവനിലേക്ക് വലിച്ചടുപ്പിച്ചു. അവൾ കരയിലിട്ട മീനിനെ പോലെ പിടച്ചുകൊണ്ടിരുന്നു. എന്താ ഈ ചെയ്യുന്നേ? പ്ലീസ് വിട്, വർഷ ശബ്ദം താഴ്ത്തി പറഞ്ഞു. വിട്ടില്ലെങ്കിൽ? ആദിത്യ ചോദിച്ചു. ഞാൻ പൊക്കോട്ടെ, അവിടെ എന്നെ അന്വേഷിക്കും, വർഷ അവൻ്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. നിനക്കെന്താ എൻ്റെ മുഖത്ത് നോക്കാൻ ഇത്ര നാണം? ആദിത്യ ചോദിച്ചു. വർഷ മുഖം കുനിച്ചിരുന്നു. അവൾ അവൻ്റെ കൈകൾ മാറ്റാൻ ശ്രമിച്ചു. അവൻ അവളെ ഒന്നുകൂടി തൻ്റെ ദേഹത്തേക്ക് ചേർത്ത് നിർത്തി. അന്ന് കാറിൽ വെച്ച് ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടാണോ? ആദിത്യ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. വർഷയുടെ മുഖം ചുവക്കുന്നത് അവൻ കണ്ടു. ആദിത്യ ഒരു കൈകൊണ്ട് അവളുടെ താടി പിടിച്ചുയർത്തി. അവൾ കണ്ണുകൾ മെല്ലെ ഉയർത്തി അവനെ നോക്കി. അവൻ അവളുടെ മുഖത്തേക്ക് മുഖമടുപ്പിച്ചു. വർഷ കണ്ണുകൾ ഇറുക്കി അടച്ചു. വർഷേ, കഴിഞ്ഞില്ലേ മോളെ? സതി വിളിക്കുന്നത് കേട്ടതും വർഷ പെട്ടെന്ന് ആദിത്യൻ്റെ കൈക്കുള്ളിൽ നിന്നും തെന്നിമാറി വാതിൽ തുറന്ന് അടുക്കളയിലേക്ക് ഓടി. മുത്തശ്ശി പറഞ്ഞത് കേട്ട് ചായ്പിൽ സൂക്ഷിച്ചിരുന്ന കുത്തുവിളക്കുകൾ എടുക്കാൻ കയറിയതായിരുന്നു വർഷ. പഴയ കുറേ ബുക്കുകളും കുഞ്ഞിലെ ആദിത്യവും പ്രിയയും കിടന്നിരുന്ന 2 തൊട്ടിലുകളും ചെമ്പ്, ഉരുളി തുടങ്ങിയ പഴയ പാത്രങ്ങളും അങ്ങനെ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അധികം വെളിച്ചമില്ലാത്തതിനാലും സാധനങ്ങൾ കൂട്ടിയിട്ടിരുന്നതിനാലും അതിനിടയ്ക്ക് നിന്ന് കുത്തുവിളക്കെടുക്കാൻ അവൾ നന്നേ പാടുപെട്ടു. പെട്ടെന്നാണൊരു തടിപ്പെട്ടി അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കുറേ മാസികകളായിരുന്നു ആ പെട്ടിക്കുള്ളിൽ. മാസികകൾ വായിക്കാൻ പിന്നീട് എപ്പോഴെങ്കിലും തിരികെ വരാമെന്നോർത്ത് കുത്തുവിളക്കമെടുത്ത് അവൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നീട് ഒരു ദിവസം വർഷയും സതിയും കൂടി അടുക്കളയിലെ പണികളെല്ലാം തീർത്ത് വർഷ മുത്തശ്ശിക്കുള്ള മരുന്ന് കൊടുത്ത് അവളുടെ മുറിയിൽ വെറുതെ ഇരിക്കുകയായിരുന്നു. സതി അവരുടെ വീട്ടിൽ പോയിട്ട് ഇനി വൈകിട്ടേ തിരികെ വരൂ. പ്രിയ നല്ല ഉറക്കമാണ്. വർഷയ്ക്ക് വെറുതെ ഇരുന്ന് മുഷിവ് തോന്നി. അപ്പോഴാണ് മുത്തശ്ശി അവളുടെ അടുത്തേക്ക് വന്നത്. എന്താ കുട്ടി, ഉച്ചമയക്കൊന്നുമില്ലേ? മുത്തശ്ശി ചോദിച്ചു. ഇല്ല മുത്തശ്ശി, ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങാറില്ല. പണ്ട് തൊട്ടേ അങ്ങനെയാ, വെറുതെ ഇരിക്കാൻ നേരം കിട്ടാറുമില്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ പണികൾ കാണും ഓർഫനേജിൽ. ആരും ഇല്ലെന്നൊന്നും കരുതണ്ട കുട്ടിയെ, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ നിനക്ക്. പിന്നെ വായിക്കണ ശീലമുണ്ടെങ്കിലേ ആ ചായ്പിൽ നോക്കിക്കോളൂ. പഴയ ഒരുപാട് മാസികകളും നോവലുകളും പണ്ട് സവിത സതി കാണാതെ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. തൂക്കി വിൽക്കാമെന്ന് ഞാൻ പറയാറുണ്ടായിരുന്നു, പക്ഷെ അവൾ സമ്മതിക്കില്ല. കഥകൾ വായിക്കാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. വായിച്ചതാണെങ്കിലും അത് തന്നെയും പിന്നെയും വീണ്ടും എടുത്ത് വായിക്കും. അതും വായിച്ചുകൊണ്ടിരുന്ന പരീക്ഷയ്ക്ക് തോറ്റുപോകുമെന്ന് പറഞ്ഞ് സതി എപ്പോഴും അവളെ വഴക്ക് പറയും. സതിയെ പേടിച്ചവൾ
അതെല്ലാം ചായ്പിൽ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് തക്കം കിട്ടുമ്പോൾ സതി കാണാതെ അവിടെ പോയിരുന്ന് വായിക്കാറുണ്ട്. മുത്തശ്ശി പഴയ ഓർമ്മയിലൊന്ന് ചിരിച്ചു. അപ്പോഴാണ് വർഷയ്ക്ക് അന്ന് കണ്ട തടിപ്പെട്ടിയുടെ കാര്യം ഓർമ്മ വന്നത്. അവൾക്ക് സന്തോഷമായി. അവൾ നേരെ ചായ്പിലേക്ക് ചെന്നു. അവിടെ തടിപ്പെട്ടിയിൽ കുറേ മാസികകളും അതിൻ്റെ കൂടെ മുട്ടത്ത് വർക്കിയുടെയും കമലാ സുരയ്യയുടെയും കുറച്ച് നോവലുകളുണ്ടായിരുന്നു. അവൾ മുകളിലിരുന്ന മാസികകളിൽ ചിലത് പൊടി തട്ടിയെടുത്ത് അവളുടെ മുറിയിലേക്ക് കൊണ്ടുപോയി. പിന്നീട് ഒഴിവ് സമയം കിട്ടുമ്പോഴൊക്കെ അവൾ ചായ്പിൽ പോയി ആ പെട്ടി തുറന്ന് കുറച്ചു കുറച്ചായിട്ട് മാസികകൾ എടുത്തു കൊണ്ടുവരും. പെട്ടിയിലെ നോവലുകളും മാസികകളുമെല്ലാം അവൾ വായിച്ചു തീർത്തു. ഒരു ദിവസം അവൾ ബാക്കി വന്ന ചില മാസികകൾ തപ്പുന്നതിനിടയിൽ പെട്ടിയുടെ അടിയിൽ കുറച്ച് നോട്ട് ബുക്കുകൾ അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവൾ അതിലൊരെണ്ണം തുറന്നു നോക്കി. ചായ്പിലധികം വെളിച്ചമില്ലാത്തത് കാരണം അതിലെന്താണെന്ന് ശരിക്കും കാണാൻ കഴിഞ്ഞില്ല. അവൾ ആ ബുക്കുകളും കുറച്ച് മാസികകളും എടുത്ത് തൻ്റെ മുറിയിലേക്ക് പോയി. ഒരിക്കൽ ചായ്പിൽ നിന്ന് ഇറങ്ങി വരും വഴി ആദിത്യ അവളെ കണ്ടു. എപ്പോൾ നോക്കിയാലും ഇതിനകത്താണല്ലോ, അകത്തെന്താ വല്ല നിധിയുണ്ടോ? ആദിത്യ അവളെ കളിയാക്കി. ആർക്കും വേണ്ടാത്ത സാധനങ്ങളല്ലേ അകത്ത്, തപ്പി നോക്കട്ടെ, ചിലപ്പോൾ നിധി കിട്ടിയാലോ. അല്ലേ സാറേ? വർഷ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. നിനക്ക് ഇനിയെങ്കിലും ഈ സാറ് വിളിയൊന്ന് നിർത്തിക്കൂടെ? ആലോചിക്കാം. വർഷ ചിരിച്ചുകൊണ്ട് വീടിനകത്തേക്ക് പോയി. വന്നിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടും ആദിത്യ തറവാട്ടുകുളത്തിലേക്ക് പോയതേയില്ല. വർഷയും പ്രിയയും ഇടയ്ക്കിടയ്ക്ക് തുണി നനക്കാൻ അവിടെ പോകുമായിരുന്നു. ഒരു ദിവസം ആദിത്യ ഫോൺ വിളിച്ചുകൊണ്ട് ആരോടോ സംസാരിച്ച് നടക്കുന്നതിനിടയിൽ കുളപ്പുരയിലെത്തി. അവൻ പെട്ടെന്ന് ഫോൺ വെച്ചു. പെട്ടെന്ന് മഴ ചാറാൻ തുടങ്ങി. ആദിത്യ കുളപ്പുരയുടെ വാതിൽ തുറന്ന് കുളത്തിലേക്കുള്ള പടവുകൾ പതിയെ ഇറങ്ങി. അവൻ്റെ കാലുകൾ വിറച്ചു. അപ്പേട്ടാ, ഏതേതെല്ലാം സ്റ്റൈലിലാ നീന്തുന്നേ? അമേരിക്കയിൽ നിങ്ങളുടെ വീട്ടിൽ പൂളില്ലേ അപ്പേട്ടാ? ഒരു പെൺകുട്ടിയുടെ സ്വരം അവൻ്റെ ഓർമ്മയിലെത്തി. പിന്നെ ഉണ്ടല്ലോ, എല്ലാ മുറിയിലും ഓരോ പൂളുണ്ട്. അപ്പൂൻ്റെ അച്ഛനും അമ്മയ്ക്കും പ്രിയേച്ചിക്കും ഒക്കെ ഓരോരോ പൂള് വീതം. ജയദേവൻ അവളെ കളിയാക്കി. ഇയാളോട് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. അപ്പേട്ടാ, എന്നെക്കൂടി ഇതുപോലെ നീന്താൻ പഠിപ്പിക്കോ? അവൾ പ്രതീക്ഷയോടെ ആദിത്യനെ നോക്കുന്നു. നിനക്ക് അത്യാവശ്യം നീന്താൻ അറിയാലോ, ആദിത്യ പറയുന്നു. ആർക്ക് ഇവക്കോ? ഈ പടവിൻ്റെ സൈഡ് വിട്ട് കുളത്തിൻ്റെ നടുക്കോട്ട് പോവില്ല. പേടിച്ചു തൂറിയ ഇവള്. ജയദേവൻ ചിരിക്കുന്നു. എനിക്ക് ഉള്ളിലേക്ക് പോവാൻ പേടിയാ. അങ്ങോട്ട് നോക്കുമ്പോഴേ തലകറങ്ങും. അതിനെന്തിനാ കളിയാക്കുന്നേ? അവൾ ജയദേവനെ ദേഷ്യത്തോടെ നോക്കുന്നു. സ്റ്റൈലിലൊക്കെ നീന്താൻ പഠിക്കണമെങ്കിൽ സമയം കുറേ എടുക്കും. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് പോയിക്കൊണ്ടിരുന്നതാ അവിടെ നീന്തൽ പഠിക്കാൻ. അടുത്ത വെക്കേഷൻ വരുമ്പോഴാവട്ടെ, പഠിപ്പിച്ചു തരാം, ആദിത്യ പറയുന്നു. കോളേജിലായ പിന്നെ ഈ അപ്പുവേട്ടന് ഭയങ്കര ജാടയാ. അവൾ മുഖം വീർപ്പിക്കുന്നു. നിനക്ക് എൻട്രൻസ് റാങ്ക് കിട്ടുമോടി? അതോ തോറ്റു തൊപ്പിയിട്ട് വല്ലവൻ്റെ തലയെ കെട്ടിവെക്കേണ്ടി വരുമോ? ജയദേവൻ വീണ്ടും അവളെ കളിയാക്കുന്നു. ആദിത്യൻ്റെ ഓർമ്മകൾ ഏതൊക്കെയോ വഴിക്ക് പോയി. അപ്പോഴേക്കും മഴ തിമിർത്തു പെയ്യാൻ തുടങ്ങി. മഴ നനഞ്ഞ് അവൻ്റെ ശരീരം തണുത്തു വിറക്കുന്നുണ്ടെങ്കിലും അവൻ്റെ മനസ്സ് ചുട്ടുപൊള്ളുകയായിരുന്നു. അവനൊന്നുറക്കെ കരയണമെന്ന് തോന്നി. അമ്മ ഇപ്പോൾ അടുത്തുണ്ടായിരുന്നെങ്കിലെന്ന് അവൻ അതിയായി ആശിച്ചു. വേറൊന്നും വേണ്ട, അമ്മയെ കെട്ടിപ്പിടിച്ച് അമ്മയുടെ മടിയിൽ കിടന്നൊന്ന് മയങ്ങണം. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ കഴിഞ്ഞു പോയതൊക്കെയും വെറുമൊരു സ്വപ്നം മാത്രമായിരുന്നുവെന്ന് അമ്മ പറയണം. പക്ഷെ അതൊന്നും ഒരിക്കലും നടക്കാത്ത കാര്യമാണെന്ന് അവൻ അറിയാമായിരുന്നു. അവൻ്റെ മനസ്സ് കലങ്ങി മറിഞ്ഞു. അവന് വല്ലാത്ത ഭയം തോന്നി. അപ്പോഴായിരുന്നു അയയിൽ ഉണക്കാനിട്ടിരുന്ന തുണിയെടുക്കാൻ വർഷ ഓടി വന്നതും മഴയത്ത് കുളത്തിൻ്റെ പടവിൽ എന്തോ ആലോചിച്ച് നിൽക്കുന്ന ആദിത്യനെ കാണുന്നതും. അവനെ ഒന്ന് പേടിപ്പിക്കാൻ തന്നെ അവൾ തീരുമാനിച്ചു. അവൾ ശബ്ദമുണ്ടാക്കാതെ അങ്ങോട്ട് നടന്ന് അവൻ്റെ പുറകിൽ ചെന്ന് നിന്നു. ഠോ! അവൾ അവൻ്റെ ചെവിക്കരികിൽ നിന്ന് ഒച്ച വെച്ചു. ആദിത്യ ഞെട്ടിത്തരിച്ചു നോക്കിയതും പിറകിൽ വർഷ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. ആദിത്യ അവളുടെ കരണം നോക്കിയെന്ന് പൊട്ടിച്ചു. മനുഷ്യനെ മനസമാധാനമായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കാൻ സമ്മതിക്കില്ല, ശല്യം. ആദിത്യ അവളോട് അലറി. വർഷ കവിള് പൊത്തിപ്പിടിച്ച് കണ്ണുമിഴിച്ച് അവനെ നോക്കി നിന്നു. ആദിത്യന് അവളോടുള്ള ഇഷ്ടം അവൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മനസ്സിലാക്കിയിരുന്നു.
അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പ്രതികരണം അവൻ്റെ ഭാഗത്തു നിന്നും അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അവൾ കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഓടിപ്പോയി. അപ്പോഴാണ് ആദിത്യന് സ്ഥലകാല ബോധം വന്നത്. ഓർമ്മയുടെ വേലിയേറ്റത്തിൽ താൻ സ്വയം മറന്ന് എന്ത് ഭ്രാന്താണ് ചെയ്തതെന്ന് അവൻ ഓർത്തു. അവൻ വേഗം പടവുകൾ കയറി തറവാട്ടിലേക്ക് നടന്നു. വർഷയെ നോക്കിയിട്ട് അവിടെ എങ്ങും കണ്ടില്ല. രാത്രി കഴിക്കാൻ നേരവും വർഷയെ കാണാതായപ്പോൾ അവൻ സതിയോട് തിരക്കി അവളെവിടെയെന്ന്. മോനെ, വർഷ കിടക്കുക. ഉച്ചയ്ക്ക് അയയിൽ കിടന്ന തുണിയെടുക്കാൻ പോയതാ. ആ കുളത്തിൻ്റെ സൈഡിലേക്കാണ് പോയത്. പടവ് വഴുതി കിടക്കുമായിരുന്നു. പടവിൽ കാല് തന്നെ വീണു. മുഖമിടിച്ചാ വീണത്. നല്ല നീര് വെച്ചിട്ടുണ്ടേ, സതി പറഞ്ഞു. ഞങ്ങളാരും അറിഞ്ഞില്ല അപ്പുവേ. അടുക്കളയിൽ കാണാഞ്ഞതുകൊണ്ട് ചെന്ന് നോക്കിയപ്പോൾ മുഖം മുഴുവൻ മരുന്ന് പൊതിഞ്ഞു വെച്ചിരിക്കുന്നു. അപ്പോഴാ വീണ കാര്യം പറഞ്ഞേ. കണ്ണിൽ കൊള്ളാനുള്ളത് പിരികത്തിൽ കൊണ്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. വേറെന്തോ വരാനിരുന്നതാവും, മുത്തശ്ശി പറഞ്ഞു. ആദ്യത്തെ 2 വറ്റ് കഴിച്ചെന്ന് വരുത്തി അവിടെ നിന്ന് എഴുന്നേറ്റു. അവൻ്റെ ഓരോ ചലനങ്ങളും പ്രിയ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവന് മുറിയിൽ ചെന്ന് കിടന്നിട്ടും ഉറക്കം വന്നില്ല. മനസ്സ് നിറയെ അവളുടെ മുഖമായിരുന്നു. അടിച്ചതെന്തിനാണെന്നറിയാതെ കവിള് പൊത്തിപ്പിടിച്ച് കണ്ണീരോടെ തന്നെ നോക്കി നിൽക്കുന്ന വർഷയുടെ മുഖം അവൻ എങ്ങനെയോ നേരം വെളുപ്പിച്ചു. ഒഴിവ് സമയത്ത് ചായ്പിൽ എന്തെങ്കിലും പുസ്തകങ്ങൾ വായിക്കാൻ ബാക്കിയുണ്ടോ എന്ന് നോക്കാൻ കയറിയതായിരുന്നു വർഷ. കുറച്ചു നേരം തപ്പിയിട്ടും അവൾക്കൊന്നും കിട്ടിയില്ല. പെട്ടെന്ന് ചായ്പിൻ്റെ വാതിലടയ്ക്കുന്ന ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കിയതും ആദിത്യ അവളുടെ തൊട്ടു പിന്നിൽ നിൽപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് അവനെ കണ്ട ഷോക്കിൽ അവൾ പേടിച്ചൊച്ച വെക്കാൻ വാ തുറന്നതും അവൻ അവളുടെ വായ പൊത്തിപ്പിടിച്ചു. അവളെന്തോ പറയാൻ ശ്രമിച്ചു. ഒച്ച വെക്കരുത്, എങ്കിൽ ഞാൻ കൈമാറ്റാം, അവൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു. അവൾ തലയാട്ടി. ആദിത്യ പതുക്കെ അവളുടെ വായിൽ നിന്നും അവൻ്റെ കൈ എടുത്തു മാറ്റി. അവൾക്ക് ശ്വാസം മുട്ടി. പേടിച്ച് അവനെ തന്നെ നോക്കി നിന്നു. അവളുടെ നീര് വന്ന കവിളിൽ അവൻ പതുക്കെ തൻ്റെ വിരലോടിച്ചു. അവൾ അവൻ്റെ കൈ തട്ടി മാറ്റി. അവൻ അവളുടെ മുഖം തൻ്റെ കൈകളിലെടുത്ത് തിണിർത്ത് കിടക്കുന്ന അവളുടെ കവിളിലേക്ക് അവൻ്റെ ചുണ്ടുകൾ അടുപ്പിച്ചു. അവൾ ദേഷ്യത്തോടെ അവൻ്റെ കൈകൾ തട്ടിമാറ്റി അവനെ ആഞ്ഞു തള്ളി. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നെ അടിച്ചത്? പുറകെ വന്ന് ശബ്ദമുണ്ടാക്കിയത് തമാശയ്ക്ക് വേണ്ടി ചെയ്തതാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. എന്നിട്ട് ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ എന്നെ അടിച്ചില്ലേ? അവൾ കരയാൻ തുടങ്ങി. ആദ്യത്തൊന്നും മിണ്ടാതെ അത് കേട്ടുകൊണ്ടിരുന്നു. ഞാൻ മണ്ടിയ. നിങ്ങൾ എന്നോട് അടുത്ത് പെരുമാറിയപ്പോഴൊക്കെ എന്നോടെന്തോ ഒരു ഇഷ്ടമുണ്ടെന്ന് ഞാൻ കരുതി. അത് വെറും തെറ്റിദ്ധാരണ മാത്രമായിരുന്നു. പക്ഷെ എന്നോട് ഇത്രമാത്രം ദേഷ്യം ഉള്ളിലുണ്ടെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അവൾ കരച്ചിലിനിടയിൽ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ ചെയ്തത് പൊറുക്കാൻ പറ്റാത്ത തെറ്റാ. ഞാനതൊരിക്കലും ന്യായീകരിക്കുന്നുമില്ല. പക്ഷേ നീ ഉദ്ദേശിക്കുന്നത് പോലെ മനഃപൂർവ്വമല്ല. ഞാൻ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ഭൂതകാലത്തിൻ്റെ ഓർമ്മകളിലേക്ക് അറിയാതെ പോയി. അങ്ങനെ ഭയന്ന് നിൽക്കുമ്പോഴാണ് നീ അവിടെ വന്നത്. പിന്നെ എനിക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അറിയാതെ ചെയ്തു പോയതാ. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. നീ പറഞ്ഞതുപോലെ നിന്നോട് എന്തോ ഒരു ഇഷ്ടമല്ല. നിന്നെ കണ്ട മാത്രയിൽ തന്നെ എനിക്ക് നിന്നോട് വല്ലാത്തൊരടുപ്പം തോന്നിയിരുന്നു. കാരണം നിന്നെ കാണുമ്പോൾ എനിക്കെന്തോ ഞങ്ങളുടെ സവിതയെ ഓർമ്മ വരുന്നു. വർഷ അവനെ നോക്കി. അതുകൊണ്ട് തന്നെയാണ് ഓരോന്ന് പറഞ്ഞ് നിന്നെ കളിയാക്കിയും ശുണ്ടി പിടിപ്പിച്ചും ഞാൻ പിറകെ നടന്നത്. പക്ഷേ എപ്പോഴോ ഞാൻ പോലും അറിയാതെ എൻ്റെ മനസ്സ് കൈവിട്ടു പോയി. നിന്നെ ഞാൻ സ്നേഹിച്ചു തുടങ്ങി. അന്ന് നീ എൻ്റെ ലാപ്ടോപ്പിൽ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ട് നോക്കി നിന്നില്ലേ? അതാണ് സവിത. നിന്നെപ്പോലെ ഒരുപാട് കുറുമ്പും കുസൃതിയും ഒക്കെയുള്ള ഒരു പാവം നാട്ടുംപുറത്തുകാരി. സവിത സതിയാൻ്റിയുടെ മോളാണ്. ഞാൻ, പ്രിയേച്ചി, സവിത, ദേവൻ. ചെറുപ്പം മുതലേ ഞങ്ങൾ 4 പേര് നല്ല കൂട്ടായിരുന്നു. ദേവൻ എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട് ജയശങ്കർ അങ്കിളിൻ്റെ മോന. സവിത ഞങ്ങളുടെ കുഞ്ഞനുജത്തിയായിരുന്നു. ഞാൻ എപ്പോഴും അമ്മയോടും സതിയാൻ്റിയോടും പറയും എനിക്ക് 2 പെങ്ങന്മാരാണെന്ന്. മുത്തശ്ശി എന്നെ അപ്പൂന്ന് വിളിക്കുന്നത് കേട്ട് അവളെന്നെ അപ്പേട്ടാന്ന് വിളിച്ചു. അവളുടെ അപ്പേട്ടാന്നുള്ള വിളി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ഓരോ തവണയും വെക്കേഷന് ഞങ്ങളുടെ വരവും കാത്ത് അവളിരിക്കും. വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ലോകമാണ്. ഞങ്ങളുടെ വാലിൽ തൂങ്ങി നടക്കും.
ഞാനും ദേവനും ഓരോന്ന് പറഞ്ഞ് അവളെ എപ്പോഴും കളിയാക്കിക്കൊണ്ടിരിക്കും. ഇന്ന് അവൾ ഈ ഭൂമിയിലില്ല. ആദിത്യ പറഞ്ഞു നിർത്തി. ആ കുട്ടിക്ക് എന്താ പറ്റിയേ? വർഷ ചോദിച്ചു. ആദിത്യ കുറച്ചു നേരം മിണ്ടിയില്ല. പിന്നീട് അവൻ വർഷയെ നോക്കി. കൊന്നു, ആദിത്യ പറഞ്ഞു. വർഷ ഞെട്ടിപ്പോയി. ആര്? അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. ഞാൻ, എൻ്റെ ഈ കൈകൾ കൊണ്ട്. ആദിത്യ വല്ലാത്തൊരു മുഖഭാവത്തോടെ വർഷയെ നോക്കി പറഞ്ഞു. വർഷ ഞെട്ടിത്തരിച്ചു നിന്നു. തുടരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.